വേണമെങ്കിൽ നമുക്കൊന്നൊരു റീസ്റ്റോക്ക് എന്ന് പറയാം. ഇതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു മോഡൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നൊരു പ്രൊഡക്റ്റ്. നമ്മൾ എപ്പോൾ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും. അതായത് അജ്രക്കിൻ്റെ അല്ലെങ്കിൽ കലങ്കാരിയുടെ ഒക്കെ പാച്ചസ് ആപ്ലിക് വർക്ക് പോലെ ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ടോപ്പും ബോട്ടവും വന്നേക്കുന്നത് രണ്ടും സെയിം ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ കളർ ഓഫ് ഫാബ്രിക്കും ഉണ്ട്. കോട്ടൺ തന്നെയാട്ടോ വരുന്നത്. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിനകത്തേക്ക് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസുമാണ്. 1590 റേറ്റിലേക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്ക് മെറൂൺ, ബ്രിക്ക് റെഡും മെറൂണും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാണ്. ബ്ലാക്ക് കളറിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. വേറെ 2 ഷെയ്ഡ്സും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ എന്ന് പറയാം കേട്ടോ. ബേൺഡ് ഓറഞ്ചിൻ്റെ ബ്രിക്ക് കളറിൻ്റെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കളറും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. ഇവിടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ മസ്റ്റർഡ് യെല്ലോ, ഈ ഒലിവ് ഗ്രീനും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഷെയ്ഡാട്ടോ. ഇതിന് ദുപ്പട്ട വന്നേക്കുന്ന ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ കോമ്പിനേഷനിലൊക്കെ പ്രിന്റുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. റെഡി ടു ഡിസ്പാച്ചിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ വിതൗട്ട് ലൈനിങ്ങും ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റിലെ ഒരു ഫ്രണ്ട് പോർഷനിലേക്കൊക്കെ ഫുള്ളായിട്ട് കൊടുത്തേക്കുന്ന ആപ്ലിക് വർക്കാണ്. ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. സൈസ് ചാർട്ടിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇതിൻ്റെ സ്ലിറ്റ് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ്. ഒത്തിരി ഓവറായിട്ടുള്ളൊരു ഹിപ്പ് സൈസ് അല്ലെങ്കിൽ ഒരു മിഡ് ട്രിപ്പ് ഒന്നും ഇല്ലാത്തവർക്ക് ലാർജ് സൈസ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. അതല്ല എക്സ്ട്രാ ആയിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റിലേക്ക് വേണമെന്നുള്ളവർ ഒരു സൈസ് വലുതെടുക്കുക.